ഇത് നമുക്ക് ഇതുപോലെയൊക്കെയല്ല. ബാ ഹായ്, ഇത് നമ്മളുടെ എപ്പിസോഡ് 8 ആണ്, നമ്മളുടെ ഷേപ്സ് ടു ലൈഫ് എന്ന സീരീസിലെ. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ്. അപ്പോൾ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങളിലും ഓരോ ആംഗിളിൽ നിന്ന് കാണുന്ന രീതിയിലാണ് നമ്മൾ പെർസ്പെക്റ്റീവ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ഫിഗർ, ഇപ്പോൾ എന്നെ മേലെ നിന്ന് കാണാം, സൈഡിൽ നിന്ന് കാണാം, ഫ്രണ്ടിൽ നിന്ന് കാണാം. അപ്പോൾ ഏതൊക്കെ ആംഗിളിൽ നിന്ന് കാണുന്നോ ഇതിനെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ് എന്ന് പറയാം. അപ്പോൾ ഈ പെർസ്പെക്റ്റീവിനെ നമ്മൾ പേപ്പറിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന കാര്യം വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരുപാട് ആംഗിളിൽ നിന്ന് ചിന്തിക്കേണ്ട അങ്ങനൊന്നും വിചാരിക്കുകയല്ല. ആക്ച്വലി രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഹൊറൈസൺ ലൈനും അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റും ഉണ്ട്. അതായത് നമ്മളൊരു പിക്ചർ വരയ്ക്കാനായിട്ട് മുമ്പ് ഒരു ഹൊറൈസൺ ലൈൻ വരയ്ക്കും. ആ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഒരു പോയിന്റ് വെക്കും. അവിടെ നിന്ന് എവിടേക്കൊക്കെ ലൈൻ വരയ്ക്കുന്നു അതിൻ്റെയൊക്കെ ലെവലിൽ നമ്മൾ സാധനങ്ങൾ വരയ്ക്കുക. അതായത് ഒരു ഹൊറൈസൺ ലൈൻ വരയ്ക്കുന്നു, ഒരു മിഡിൽ പോയിന്റ് വെക്കുന്നു, ഒരു എക്സ് വരയ്ക്കുന്നു. ഈ എക്സിനോട് ബന്ധിപ്പിച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ, ബിൽഡിങ്സോ അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ അത് വരച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് പെർസ്പെക്റ്റീവില്ല. അപ്പോൾ അതായത് ആ ഒരു ഡെപ്ത് കിട്ടും നമുക്ക് ബാക്കിലേക്ക്. അതായത് ഒരു പേപ്പറിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു ഫീല് നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ, ഇപ്പോൾ അതൊരു ഫിഗർ ഡ്രോയിങ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ, ഒരു മേലെ നിന്നുള്ളൊരു ഫിഗർ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച പോലത്തെ കാര്യങ്ങൾ തന്നെ ഷേപ്പ് വരയ്ക്കുന്നു. അതിന് മുമ്പ് ഈ ഷേപ്പൊക്കെ വരയ്ക്കാനായിട്ട് മുമ്പ് നമ്മൾ ലൈൻസ് വരയ്ക്കണം. അതായത് എവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്, അപ്പോൾ അവിടെ ഒരു ഹൊറൈസൺ ലൈൻ വരയ്ക്കുന്നു, അതിൻ്റെ താഴേക്ക് നമ്മൾ ഷേപ്സ് ബിൽഡ് ചെയ്ത് പോവുക. അതായത് ഈ എക്സ് പറഞ്ഞ പോലെ ആ പോയിന്റിൽ നിന്ന് എവിടേക്കാണ് പിക്ചർ വരുന്നത്, അതായത് ഒരു വി പോലെ, അതായത് ഒരു തിരിച്ചിട്ട വി പോലെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മേലെ നിന്നുള്ളൊരു വ്യൂ പോലെ കിട്ടും. അതിൻ്റെ താഴേക്ക് നമ്മൾ ഷേപ്സ് വരച്ച് പോവുക. അങ്ങനെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ് വരച്ച് പഠിക്കുക. ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് എന്തായാലും കറക്റ്റായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് കിട്ടില്ല. ബട്ട് നമുക്ക് മേലെ നിന്നുള്ളൊരു വ്യൂ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ, അതായത് നമ്മൾ ഈ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കത് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പഠിച്ച പെർസ്പെക്റ്റീവാണ്. അപ്പോൾ പെർസ്പെക്റ്റീവിൽ എന്താണുള്ളത്? രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഹൊറൈസൺ ലൈനും ഒന്ന് ഒരു സെൻറ്റർ പോയിന്റും ഉണ്ട്. ഇതിൽ നിന്ന് എവിടേക്ക് വരച്ചാലും നമുക്ക് അതിൻ്റെ ബേസിസിൽ വരച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ പിക്ചർ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.